ഒക്കെ നട്ട് വളർത്തിയ നേരത്തിന് 4 തെങ്ങും തൈ വെച്ചിരുന്ന അധികം കിടപ്പ് കണ്ട ആരെങ്കിലും കണ്ട സഹിക്കണ കാഴ്ചയാണ്. പുഴയിലേക്ക് ചാഞ്ഞ് നിൽക്കണ തെങ്ങി ഇന്ന് വെള്ളത്തിൽ തേങ്ങ പോയപ്പോൾ റിസ്ക് എടുത്ത് ഞാൻ എടുത്ത് കരയിലെടുത്തിട്ടതാ. എന്നാൽ അതൊന്നും എടുത്ത് അകത്ത് വെക്കാനോ ലോക്കറിൽ വെച്ച് പൂട്ടാനാ. അതിനൊന്നും അവക്ക് നേരെയില്ല. അവൾ ഇങ്ങനെ എടുത്തൊരുങ്ങി ഇങ്ങനെ നടക്കണേ. എന്താണ് ഈ സാധനം ഇവിടെ കിടക്കണ കണ്ടാടി. ഇതിന്റെ വില നിനക്കറിയാമോ? ഇതിന്റെ മൂല്യം നിനക്കറിയാമോ? ഞാൻ അവിടെ കൊച്ചിന്റെ അടുത്തിരിക്കണായിരുന്നു. അത് കിടന്ന് ഉറങ്ങണല്ലേ, വല്ല കട്ടിലെന്ന് പറഞ്ഞ് വീണാലാ. കുഞ്ഞു കൊച്ചാണവൻ. 8-10 വയസ്സായവനെ കഴിഞ്ഞ് കുഞ്ഞു കൊച്ചായിട്ട് കൊടുക്കുന്നു. ഇടി നിനക്ക് കൊച്ചാണോ വലുതും ഈ കിടക്കണ തേങ്ങയാണോ വലുത്? ഇതിനകത്തൊന്നുമില്ല, പേടാണിത്. നിന്റെ കാര്യമല്ല പറഞ്ഞത്, തേങ്ങയുടെ കാര്യമാണ് പറയണത്. ഇനിയിപ്പൊ ഇത് കിട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഓണം എന്തായാലും കുളമല്ല. ഇങ്ങനെ മഴ പെയ്താ എങ്ങനെ കുളമാതിരിക്കും? മഴയുടെ അല്ല, പിന്നെ എന്താണ് വിലക്കയറ്റം? തേങ്ങക്ക് വില, പായസം വെക്കാൻ പറ്റോ? വെളിച്ചെണ്ണക്ക് വില, ചിപ്സ് വറുക്കാൻ പറ്റോ? കറി വെക്കാൻ പറ്റോ? എന്തായാലും ഈ ഓണത്തിന് ഞാൻ ഫ്രീ ആയി, പണിയൊന്നും എടുക്കണ്ടല്ലോ. ഞാൻ നിന്നോടൊരു കാര്യം ഓർമ്മപ്പെടുത്താനിരിക്കണേ. എന്തായി? വെളിച്ചെണ്ണയുടെ വില എന്താണെന്ന് അറിയാനുള്ള. അത് പിന്നെ അറിഞ്ഞൂടെ? ഓണത്തിന് മുമ്പ് 500-ലേക്ക് അത് എത്തും. എണ്ണയിൽ പുറത്ത് ഒരു സാധനം വേണ്ട, എനിക്ക് തേങ്ങാരച്ച കറിയും വെക്കണ്ട. ഇവിടെ ഒരു സാധനം വെക്കൂല. ഇന്നലെ ഞാൻ സുമയുടെ വീട്ടിൽ ചെന്നപ്പോഴേ അവൾ അവിടെ ചട്ടിയിൽ നിന്ന് എന്തോ ഇങ്ങനെ തളിച്ചോണ്ടിരിക്കണ്. എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ച വല്ല കൂടോത്രാണെന്ന്. ചെന്ന് നോക്കിയപ്പോഴല്ലേ മനസ്സിലായി കറി വെക്കാനായിട്ട് എണ്ണ തളിച്ചോണ്ടിരിക്കണേ. മുമ്പത്തെ പോലെ ഇങ്ങനെ ഒഴിക്കൂല. അവക്ക് വിവരമുണ്ട്, അവള് കുടുംബം നോക്കണ പെണ്ണാണ്. അപ്പൊ എനിക്ക് വിവരമില്ല. അതുകൊണ്ട് തന്നെയാണ് പറയണത്, നീ വീട്ടിൽ പപ്പടം മേടിക്കണ്ട. പപ്പടം മേടിച്ചാൽ വെളിച്ചെണ്ണയിലിട്ട് വറുക്കും. ഓംലെറ്റും ഉണ്ടാക്കണ്ട, മുട്ട പുഴുങ്ങിയാൽ മതി. അതുപോലെ തേങ്ങരച്ചുള്ള കറിയും വേണ്ട. ഇല്ല, വെളിച്ചെണ്ണ ഇട്ടുള്ള നിന്റെ ആങ്ങളുടെയും കൂളി അത് അവസാനിപ്പിച്ചേക്കണം. വെളിച്ചെണ്ണയുടെ വില കുറയണവരെയും ഒതുങ്ങി അടങ്ങി ജീവിക്കുക. നീ ഇപ്പൊ കൊടുത്തൊരുങ്ങി അങ്ങോട്ടാ. അത് പറയാൻ പറഞ്ഞേ. എന്തായാലും ഓണം കൊളയല്ല, നമുക്ക് ഡ്രസ്സെങ്കിലും എടുക്കാം. ഡ്രസ്സ് കൊണ്ട് പിന്നെ പൂക്കളം തീർക്കാൻ പറ്റുമോ? ഓണസദ്യ ഉണ്ടാക്കാൻ പറ്റുമോ? അതൊന്നുമില്ല. നമുക്ക് ഉടുത്തൊരുങ്ങി നടക്കാലോ, ഓണം അല്ലേ. പിന്നെ മഴയത്ത് പോയി ഉടുത്തൊരുങ്ങി അങ്ങോട്ട് പോകാനാണ്. ഓണായിട്ട് ഒന്നും ചെയ്യാണ്ടിരുന്ന എങ്ങനെ ശരി? തുണിക്കൊക്കെ ഭയങ്കര വിലയേടി ഇപ്പൊ. ഇല്ലെന്ന് ദേ നമ്മുടെ അവിടെ അടുത്തൊരു കടയുണ്ട്. അവിടെ തുണിക്കൊക്കെ ഭയങ്കര വിലക്കുറവ്. കുഞ്ഞിക്കടയാണ്, പക്ഷേ ഇല്ലേ എല്ലാത്തിനും റേറ്റ് കുറവ്. ഷർട്ടിന് 15, സാരിക്ക് 20, പിന്നെന്താണ് പെണ്ണുങ്ങളുടെ മറ്റേ ചുരിദാറില്ലേ അത് 15. അങ്ങനെ എല്ലാ സാധനത്തിനും വിലക്കുറവ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കട വലിയ കടയൊന്നുമല്ല, ഒരു കുഞ്ഞിക്കട. എവിടെ? നമ്മുടെ ആ ചായക്കടയില്ലേ അതിന്റെ തൊട്ടിപ്പുറത്തെ കട. അവിടെ ടീഷർട്ട് 15 രൂപ, ഷർട്ട് 10 രൂപ. അധികം ആരും അറിഞ്ഞിട്ടില്ല. എന്താ എന്റെ കൂട്ടുകാരി അവളെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവളൊന്നും അറിഞ്ഞിട്ടില്ല. നമുക്ക് വേഗം പോയായില്ലേ ഈ ഓണത്തിനുള്ള നമ്മളെ എല്ലാവർക്കും ഉള്ളത് എടുക്കാം. ഒരു പെട്ടി ഓട്ടോറിക്ഷക്ക് പോയിക്കോ. ആദ്യം ആ കട എന്താണെന്ന് ആദ്യം പഠിക്കുക. തുണിക്കടയല്ല, അതാണ് തേപ്പ് കട. സാധനം തേച്ചിട്ട് കൊടുക്കണേന്റെ സാധനമാണ് എഴുതിയേക്കണത്. ഷർട്ടിന് 10 രൂപ, ജുബക്ക് 10 രൂപ എന്ന് എഴുതി വെച്ചേക്കണത്. ചായക്കട ഏതാണ്, തട്ടുകട ഏതാന്നറിയാത്ത തേപ്പ് കട. ഞാനെന്ത് പൊട്ടിയാണല്ലേ, ഇപ്പോഴാണ് അറിയണം. പാടുന്നത് എന്താണ്? ദാസണ്ണാന്ന് വിചാരിച്ച ആരടി ഇപ്പൊ പാടിയത്? എന്റെ ആങ്ങളാ, നിങ്ങളുടെ അളിയൻ. നല്ലോണം പാടണ്ടല്ലേ. എന്റെ പാട്ടിന്റെ ഗുണം എന്നോട് പറയാൻ നിൽക്കണ്ട. ഓമനയുടെ മോളുടെ കല്യാണത്തിന് ഇവരിരുന്ന് പാട്ട് പാടിയിട്ടേ ഫുഡ് ബാലൻസ് വന്നു, അളവ് പോയി. ഇതിനകത്ത് വേറൊരു തിങ്സ് ഇട്ട് പാടാൻ പറ്റും. ജാനകി ജാനേ. ഞാൻ ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോഴേ കരമൊക്കെ പാടുമ്പോഴത്തേക്ക് ഈ പാട്ടാണ് സ്ഥിരമായിട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. ചിലവരെല്ലാം കൊണ്ട് 3-4 പ്രാവശ്യമൊക്കെ പഠിപ്പിക്കും. ഭയങ്കര ഇഷ്ടമുള്ള എല്ലാവർക്കും. ഇനി ഈ പാട്ടിന്റെ പ്രത്യേകത ഉണ്ട്, ഹിന്ദിയിലൊക്കെ പാടാൻ പറ്റും. അതായത് ഹിന്ദിയിൽ പാടുമ്പോ ജാനകി ജാനേ, ജാനകി ജാനേ. ഒരു മിനിറ്റ് കേട്ടാ, അളിയൻ വിളിക്കണ്ട്. കല്യാണം കഴിഞ്ഞ പാടി കേൾപ്പിച്ചാലാട്ടാ. ഒറ്റ മിനിറ്റ്. എടാ ബോധമില്ലാത്തവനെ, നീ എന്ത് പാട്ടാണ് അവിടെ നിന്ന് പാടിയത്? സൂപ്പർ പാട്ടല്ലേ അളിയാ? ജാനകി ജാനേ. എടാ ആ പാട്ട് പാടരുതടാ. ജാനകി എന്നൊന്നും പറയാൻ പറ്റില്ല. ജാനകിയുടെ കൂടെ എന്തെങ്കിലും ചേർക്കണം. സിനിമ പോലും ബ്ലോക്ക് ആയത് കണ്ടില്ലേ? അയ്യോ, അത് നീ ഈ ലോകത്തല്ലേ ജീവിക്കണത്? അഴിയെണ്ണും പോലീസ് പൊക്കും കേസാകും. ശരിയാടാ, നീ എന്തെങ്കിലും ചേർത്ത് പാട്. അതിന്റെ കൂടെ അവര് ജാനകി വീന്നാക്കിയതുപോലെ നീ എന്തെങ്കിലും ചേർത്ത് പാട്. ആണോ? അങ്ങനെയാണെങ്കിൽ ഒരു ഐഡിയ ഉണ്ട്. ജാനകി ജാനേ മതി. അപ്പൊ ഒരു പാട്ടുമായി ഒരു പാടണ പിന്നണി ഗായികയുടെ പേരുമായി. അത് നല്ലതാണ്. ഇപ്പൊ എല്ലാ കല്യാണ വീട്ടിലും അങ്ങനെ പാടുള്ളൂ. ഞാൻ അല്ല ദൈവത്തോർത്ത് എന്റെ പൊന്നു ലുട്ടാപ്പി, അളിയന്റെ ചീത്തപ്പേര്. നിങ്ങൾ അവനെ ലുട്ടാപ്പി എന്ന് വിളിക്കല്ലേ? അവന്റെ പേര് കുട്ടാപ്പി എന്നാണ്. എന്നിട്ട് ഏതെങ്കിലും ഒരു കൂട്ടുകാരി ഇവനെ കുട്ടാപ്പി എന്ന് വിളിക്കണ ഞാൻ കേട്ടിട്ടില്ലല്ലോ. അത് പിന്നെ ഇങ്ങനെ വിളിച്ചു അവരെല്ലാരും ഇപ്പൊ ഇവനെ ലുട്ടാപ്പി എന്നാണ് വിളിക്കണത്. ലുട്ടാപ്പി എന്നാണ് വിളിക്കണത്. നാട്ടുകാരി എന്നെ വിളിക്കണ എന്താണെന്ന് നിനക്കറിയാം? ഇവൻ ഒറ്റൊരുത്തം കാരണം എന്നെ ഡിങ്കാന്നും എന്നെ ഡാഗിനിയെന്നും നടക്കണേ. ഇങ്ങനെ എന്താണ്? നീ പറ ചേച്ചി പറ. നിന്റെ ആവശ്യമാണ്, നീ പറയടാ. ചേച്ചി പറയേച്ചി ഒന്ന്. നീ പറഞ്ഞു അളിയിലൊന്നും പറയൂല. അത് തോരുന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ ആര് പറഞ്ഞോന്ന് തീരുമാനിച്ചിട്ട് ഇങ്ങോട്ട് ഞാൻ ഇവിടെ വെക്കാം. ചേച്ചി പറയേച്ചി. ഞാൻ പറയാം. അതെ, അവനായിട്ട് ഒരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. എന്നൊക്കെ പ്രേമവും തുടങ്ങി. അല്ല, ഒപ്പിച്ചെടുത്താ ജോലിക്ക് പോയപ്പോ. നീ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട് 6 മാസം അല്ല. പക്ഷെ 3 മാസമായി. പെണ്ണിനാ? അല്ല,
പരിചയപ്പെട്ടിട്ട് പ്രേമം തുടങ്ങിയിട്ട് 3 മാസം. എന്താ പെണ്ണിന്റെ പേരെന്തെന്നാ? മായാവി. അപ്പൊ ഞാൻ ഡിങ്കനും ഇവള് ഡാഗിനിയും നീ ലുട്ടാപ്പിയും വരുന്നത് മായാവിയും. ഈ വീടൊരു പൂമ്പാറ്റയ്ക്ക് മാറ്റുവാടാ. അയ്യോ, മായാവി എന്ന് പറഞ്ഞ മായ എന്നാണ് അവളുടെ പേര്. പിന്നെ ഇൻഷ്യലാണ് വി. ഓ വി. അങ്ങനെ മായാവി. അനക്കുണ്ട് പെണ്ണിനി? പിന്നെ അച്ഛനുണ്ട്, അമ്മയൊക്കെ ഉണ്ട്. സ്ത്രീധനമായിട്ട് എന്ത് കിട്ടും? അത് ഇവക്കുള്ളതെല്ലാം അവർക്കുള്ളതാണ്. പെണ്ണിനുള്ളതല്ല അവർക്കുള്ളത്? അല്ലല്ല, അവർക്കുള്ളതെല്ലാം ഇവക്കുള്ളതാണ്. അവർക്ക് എന്താ ഉള്ളത്? ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, മൂലക്കുരു. ഇല്ല, സ്വത്ത്. എന്തുണ്ട് സ്വത്ത്? സ്വത്ത് ഇപ്പൊ നിലവിലൊന്നും ഇല്ല, വാടകക്കാണ് താമസിക്കണത്. പിന്നെ ഉണ്ടാക്കാന്ന് പറഞ്ഞു. എങ്ങനെ ഉണ്ടാക്കും? ജോലി ചെയ്തിട്ട്. ആര് ജോലി? ഞാനും അവളും കൂടി. അവർക്ക് എന്ത് ശമ്പളം ഉണ്ട്? 15,000 രൂപ. നിനക്കെന്തുണ്ട്? 15. ഈ 15, 15, 30 കൊണ്ട് 4 പേര് കഴിയുവാ? ഇപ്പൊ 2 പേരല്ലേ ഉള്ളു. അത് പിന്നെ ഞങ്ങൾ മണ്ണ് തിന്നുവാ, ഞാനും പെങ്ങളും. നിങ്ങളെ നോക്കണ? ഇല്ലടാ, ഞാൻ പണിക്ക് പോയിട്ട് നിങ്ങളെ എണ്ണത്തിനെ നോക്കാം. ഇത്ര നാളെ ഞങ്ങളല്ലേടാ നിന്നെ നോക്കിയത്. പെണ്ണ് വന്നില്ല, അതിനും പിന്നെ നിനക്കാ യോഗ്യതയില്ല. പെണ്ണിന് വേറെ എന്തെങ്കിലും യോഗ്യത വല്ലതും ഉണ്ടോ? യോഗ്യത ഉണ്ട്. എന്തുണ്ട്? അവള് ബൈക്ക് ഓടിക്കും, കാർ ഓടിക്കും, സ്കൂട്ടർ ഓടിക്കും. കഴിഞ്ഞ ദിവസം ലോറിയൊക്കെ ഓടിച്ച്. അപ്പൊ കെട്ടിച്ചു വിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് എന്നെയും നിന്റെ പെങ്ങളെ ഇവിടെ നിന്ന് ഓടിക്കുവാ? ഞാൻ ഉള്ളപ്പോ നീ ഓടിക്കും ഉറപ്പായി. അല്ല, ഞാൻ ഉള്ളപ്പോ ആരെ ഓടിക്കൂലെന്ന് പറഞ്ഞ എല്ലാം കൊണ്ട് ഒത്തു വന്ന ഒരു ഇതാണ്. അവന് ഇഷ്ടമാണ്, ആ പെണ്ണിനും ഇഷ്ടം. നീ ഒരു കാര്യം ചെയ്ത് കല്യാണം കഴിക്കണമല്ലോ, നീ ആദ്യം പെങ്ങളുടെ കാല് പിടിച്ച് മാപ്പോറ. ഞാനും തെറ്റും ചെയ്തില്ല. നീ തെറ്റ് ചെയ്തില്ലെന്നല്ല എനിക്ക് അറിയേണ്ടത്. നീ ആദ്യം പെങ്ങളുടെ കാല് പിടിച്ച് മാപ്പോറ, സോറി എന്ന് പറ. ഇവനെന്തിനാ എന്റെ കാല് പിടിക്കണം? ഒരു കല്യാണക്കാരല്ലേ പറഞ്ഞു. ഞാൻ പറഞ്ഞത് അനുസരിച്ചാ മതി. നീ പെങ്ങളുടെ കാല് പിടിച്ച് സോറി പറയടാ. അവര് കാല് പിടിക്കും. കല്യാണം കഴിഞ്ഞ് വന്നതിന് എന്തായാലും ചെക്കനും പെണ്ണും നമ്മുടെ കാല് പിടിക്കും. നമ്മളാണ് കാരണന്മാര്. അത് കല്യാണത്തിനൊന്നും പിടിക്കണ കാല്. കല്യാണത്തിന് മുമ്പ്, കല്യാണം കഴിക്കണതിന് മുമ്പ് അളിയനാണ് പറഞ്ഞത് പെങ്ങളുടെ കാല് പിടിച്ച് സോറി പറടാ. പെങ്ങളുടെ കാല് പിടിച്ച് സോറി പറടാ. വിഷമം മറന്നീ പിടിക്ക്. കല്യാണം നടക്കണം. പിടിച്ചല്ല, ഇനി അളിയന്റെ കാല് പിടിക്കണം, സോറി പറടാ. അളിയന്റെ കാലും പിടിക്കും. നീ തെറ്റ് ചെയ്തില്ലെന്നല്ല എനിക്ക് അറിയേണ്ടത്. എന്റെ കാല് പിടിച്ച് സോറി പറടാ. നീ പിടിക്ക്, നിന്റെ കല്യാണം നടക്കണം. ഒരു പെണ്ണിനെ പ്രേമിക്കണ ഇത്ര വലിയ തെറ്റാ? ഈ കാല് പിടിക്കണം. കല്യാണം വീട്ടിൽ തോന്നുന്നുണ്ട് വെച്ചോടാ. ഇപ്പൊ നീ യോഗ്യനായി. എന്താണെന്നറിയാമോ? ഒരു കുറ്റം ചെയ്യാത്ത, ഒരു തെറ്റും ചെയ്യാത്ത നീ മറ്റുള്ളവരുടെ വാക്കും കേട്ട് മറ്റുള്ളവരുടെ കാല് പിടിക്കാൻ തുടങ്ങിയെങ്കിൽ നീ അനുസരണയുള്ളവനായി. നീ കല്യാണം കഴിക്കാൻ യോഗ്യനായി. നീ ഏതൊരു പെണ്ണിനെ കണ്ടില്ലേ? പോയി നിശ്ചയിച്ചോ, കല്യാണം വിളിച്ചോ, ചിങ്ങത്തിൽ നിന്റെ കല്യാണം. അടിപൊളി. നീ എവിടെ പോണോ? ഞാൻ ഓഡിറ്റോറിയത്തിലേ, മറ്റന്നാളാണ് കല്യാണം. നല്ല മഴ തന്നിട്ട് കല്യാണം. അതെ അതെ അതെ, കല്യാണം കഴിയണവരെ മഴ മാറില്ല എന്നാണ് പ്രാർത്ഥന. മഴ ഒരു സാധ്യതയില്ല. ഇവിടെ ഓഡിറ്റോറിയത്തിൽ ഒരു കാര്യം വേണ്ടി ഞാൻ വിളിക്കാം. വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ, കാർഡുണ്ടല്ലോ അവിടെ കിടപ്പുണ്ട്, വിളിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഫാമിലി ആയിട്ട് എത്തിക്കൊള്ളാം. ഉറപ്പായിട്ടും ഞാൻ എന്താണെങ്കിലും വരും. ഇനി അഥവാ ഞാൻ വന്നില്ലെങ്കിൽ അവള് വരും. ഇനി അവളും ഞാനും വന്നില്ലെങ്കിൽ പിള്ളേര് വരും. ആരെങ്കിലും വന്നാ മതി. എന്തായാലും ഞങ്ങൾ വരും ഇവിടെ, ഉറപ്പായിട്ടും. ഞാനിവിടെ ഒരു ഫംഗ്ഷനെ ആളൊന്നും നോക്കാൻ വേണ്ടി വന്നു. ഓക്കെ നല്ല കൊള്ളാം. എടാ, നീ അന്നാ പ്രേമിച്ചാണെന്ന പെണ്ണ് തന്നെയല്ലേ? അവള് തേച്ചിട്ട് പോയില്ലേ? ശരിടാ, 10-15 വർഷം നീ മുടിഞ്ഞ പ്രേമല്ലായിരുന്നു? അതേന്നേ, നാട്ടുകാർ വരെ പറഞ്ഞു നിങ്ങൾ കല്യാണം കഴിക്കുന്നു. എന്ന് എന്നെ പറ്റിടാ? അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവള് ഒരു ബൈക്കിൽ പോയപ്പോഴത്തേക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി. അപ്പൊ ഞാൻ എന്തെല്ലാം സഹായം ചെയ്തു കൊടുത്തിട്ടാണെന്നറിയോ? എന്നിട്ടാണ് ഈ തേച്ചിട്ട് പോണതേ. അവള് ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴത്തേക്ക് ബ്ലഡ് വേണമെന്ന് പറഞ്ഞിട്ട് ബ്ലഡിന് വേണ്ടി ഓടി കിടന്ന് അവസാനം എന്റെ ബ്ലഡ് ഞാൻ അവർക്ക് കൊടുത്തതാ. നിങ്ങളുടെ ചേരുവായിരുന്നല്ലേ? ചേരുവായിരുന്നു. അവളുടെ എന്റെ ബ്ലഡ് അവർക്ക് കൊടുത്ത് ഇപ്പൊ അവള് ഓക്കെ ആയി. അവളുടെ അച്ഛൻ്റെ അടുത്ത് എന്നിട്ട് കല്യാണം കഴിക്കുന്ന കാര്യം സംസാരിക്കാൻ വേണ്ടി ചെന്നതാ. അപ്പൊ എടുത്ത വാക്ക് അച്ഛൻ പറഞ്ഞേ ഈ കല്യാണം നടക്കൂലെന്ന്. അത് നിന്റെ ബ്ലഡ് അല്ലേ അവളുടെ ശരീരത്തിൽ ഓടണത്, നിന്റെ ചോരയല്ലേ, അപ്പൊ ചോരയും കൂടി ചേരൂലെന്ന്. അത് ശരിയാടാ, രക്തബന്ധത്തിലുള്ളവർ ഒരിക്കലും കല്യാണം കഴിക്കാൻ പാടില്ലെന്ന് എല്ലാരും പറയുന്നത്. ഇപ്പൊ ഏതാ പെണ്ണ? ഇപ്പൊ മായാവി. ലുട്ടാപ്പി മായാവി, നല്ല ചേർച്ച. മായാവി അല്ല, മായാവി. വി ഇൻഷില. കൊള്ളാം. എന്തായാലും ഞാൻ വരും കേട്ടോ. പല ദിവസം ഞാൻ വരും വീട്ടിലേക്ക്. ഇല്ല ചിലപ്പോ നിന്റെ അളിയൻ എന്നെ ചീത്ത പറയും. എന്റെ കരോക്കെ ഗാനങ്ങളുണ്ട്. ഞാനൊന്ന് ആലോചിക്കട്ടെ. അല്ല, വരും. നീ എന്തായാലും ജന്മം ചെയ്ത് ഒരാൾക്ക് ബ്ലഡ് മേടിച്ചു കൊടുത്താലും ബ്ലഡ് ഞാൻ കൊടുക്കൂല. ഇപ്പൊ കൊടുത്തേക്കരുത് ബ്ലഡ്. ഒന്നുമില്ല. അപ്പൊ ശരിയെന്നാ. ഓക്കെടാ. ഓക്കെ. വെള്ളം അടിച്ചു വരുന്ന ഈ റൂട്ടിൽ കൂടി വരുന്നത് അവിടെ പാർട്ടി നടപ്പുണ്ട്. മിഷൻ ഒക്കെ അല്ലേ? ഹെൽമെറ്റ്, മദ്യപാനം തീർന്നു നോക്കിക്കോളാം കേട്ടോ. എന്തെങ്കിലും ഉണ്ടെന്ന് തീർന്നു നോക്കിക്കോളാം. ഓക്കെ അല്ലേ? ഇങ്ങോട്ട് പോകണം. വെള്ളം അടിച്ചിട്ടുണ്ടാ? ഇല്ല സാറേ, ഇല്ല. ഞാൻ വണ്ടിയിലൊന്നും അല്ല സാറേ. വിഷയം മറിക്കാൻ നോക്കട്ടെ. നോക്ക് ചെല്ലി പിടിക്കുന്നു. നോക്കട്ടെ സാധാരണ മതി.
ആ അവനെ നോക്ക്. ഒന്നും ഇല്ല. മാസാവസാനം 185 വന്നു പഞ്ച ഓഫ് ചെയ്തേ. അടിച്ചിട്ടുണ്ടാ? ഇല്ല സാറേ. അത് വെച്ചിട്ടുണ്ടാ? ഇല്ല. എന്താ പേരെന്താണ്? പ്രസാദ്. വെച്ചിട്ടുണ്ടാ? ഇല്ല സാറേ. മറ്റേ ഊതണ സാധനം അത് കേടായിട്ട് ഒന്നുമില്ല. നമ്മുടെ 185 മാസാവസാനം കോമ്പിങ് ആവണ്ട. അടിച്ചിട്ടില്ല കേട്ടാ. അന്നേരം ഞാൻ പറഞ്ഞല്ലേ മിഷൻ കംപ്ലൈന്റ്. സാറേ, ഈ ഇച്ചിരി ധൃതിയായപ്പോഴാണ് ഹെൽമെറ്റ് വെക്കാൻ മറന്നുപോയത്. ഒന്നും വിചാരിക്കില്ല. ഹെൽമെറ്റ് ഇല്ല. പോലെ ഹെൽമെറ്റ് പണി കൊടുത്തേ. അല്ല സാറേ, ഞാൻ പറഞ്ഞെന്ന് വെച്ച് കുഴപ്പമില്ല. 500 രൂപ സെറ്റ് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. നോക്ക് ചെക്ക്. അടിപൊളി, നല്ല കപ്പിൾസ്. ഒന്നും അറിയാൻ പറ്റില്ല. ഒന്നും തേക്കാം. പരിസരം നോക്കുന്നില്ല. പിടിച്ചോ. കുഴപ്പമില്ല. ഇങ്ങോട്ട് പോരെ. ഇങ്ങോട്ട് കയറ്റി ഒതുക്കോ. പേടിക്കണ്ട, നീ പേടിക്കണ്ട. വരവ് കണ്ടാ? അല്ല, ഞാൻ ഡീൽ ചെയ്തോളാം. പിന്നെ നമ്മുടെ പരിചയത്തിലുള്ള. ഇല്ല, നീ ഇവിടെ നോട്ടാ. ഈശ്വര, പിടിക്കല്ലേ. ഇങ്ങോട്ട് വാടാ. എന്തുണ്ട് രണ്ടും കൂടി? എവിടെ പോയതാണ്? കല്യാണം വരുന്നേ. എവിടെ? ഇന്നലെ കല്യാണം വരുന്നു. ആണാ? പേരെന്താണ്? എന്റെ ഷിബു. നല്ല പേര്. ഹെൽമെറ്റ് എന്താ? സാറേ, ഞങ്ങളെ അമ്പലത്തിൽ പോണായിരുന്നേ. ഏത് അമ്പലത്തിൽ? അപ്പുറത്ത് മുരുകന്റെ അമ്പലം. അതുകൊണ്ട് അല്ല, അപ്പൊ ഇന്നലെ കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ. അതന്നെയല്ലേ എനിക്ക് ഇന്നലെ കല്യാണം കഴിഞ്ഞ ഹെൽമെറ്റ് ഒക്കെ ഉണ്ടാവില്ല? അല്ല, അങ്ങനല്ല. മുടി ഇല്ലാത്തതുകൊണ്ട് മുടി ഹെൽമെറ്റ് വെച്ച് മുടി മുഴുവൻ കൊഴിഞ്ഞേ. കുറച്ചാളും കൂടി ഒന്ന് വെച്ചോട്ടെ. അടിപൊളി. ഈ മുടിയില്ലാതെ ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ വസ്തു അറിയാവോ? പിന്നെ മുടിയില്ലാതെ ചത്ത് കിടക്കേണ്ടി വരും. അയ്യോ, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. മനസ്സിലായോ? ഇന്നലെ കല്യാണം അല്ലേ? ഇന്നലെ അത് നാട്ടുകാരൊന്ന് കണ്ടോട്ടെ എന്ന് ഓർത്തിട്ടാ. ഇന്നലെ കല്യാണം വരുന്നല്ല, ഇന്നലെ മേക്കപ്പിലായിരുന്നല്ലോ. മേക്കപ്പ് ഇല്ലാതെ ഒന്ന് കണ്ടോട്ടെ. ഇനി ആവർത്തിക്കരുത്. ഇല്ല, ഞാൻ ഇന്നലെ തന്നെ നാളെ പോലെ കണ്ടു കഴിഞ്ഞാൽ ഹെൽമെറ്റിൽ കഴിഞ്ഞാൽ പെറ്റി അടിക്കും. ഇപ്പൊ പുതുമോടി ആയതുകൊണ്ട് വിടുവാണ്. ഓക്കെ സാർ, മനസ്സിലായോ? ഞാൻ തൽക്കാലം പെണ്ണുമ്പിള്ളേരെ വിടുന്നുണ്ട്. ഓക്കെ, ശരി. പുതിയ പിള്ളേരല്ലേ, പോട്ടല്ലേ. ചേട്ടാ, സാർ എന്നിട്ട് ചൂടാവണ്ടായില്ല? തോന്നിയാ? അത് കല്യാണം വിളിക്കാൻ എന്താണെന്ന് പറഞ്ഞിട്ട് ഇന്നലെ കല്യാണം ഇങ്ങനെ വിളിച്ചില്ലടാ എന്നൊക്കെ പറഞ്ഞ് പൊക്കളിനൊക്കെ കുത്താൻ വേണ്ടി ഞാൻ മറന്നുപോയെന്ന്. പോവാ നമുക്കെന്നാ. ഞാൻ പറഞ്ഞില്ലേ നമ്മ പരിചയക്കാരനാണെന്ന്. പിന്നെ ഇനി വേറെ ഉണ്ട്, അപ്പുറത്ത് CA ഉണ്ട്. പറ്റിയൊന്നും ഇടിക്കില്ല. നമ്മള് കണ്ടപ്പോ തന്നെ പുള്ളി എന്താ വിളിക്കാഞ്ഞെന്ന് ചോദിച്ചാ. പോവാ, ഒരു മോർണിംഗ്. ഓക്കെ, താങ്ക് യു സാർ. അതെ, ഇന്ന് എന്തുകൊണ്ടാണ് സാറ് എന്നെ ശിക്ഷിക്കാതെ വിട്ടതെന്ന് നിനക്കറിയോ? ഞങ്ങളുടെ കല്യാണം പുതുമോടിയായത് പറഞ്ഞല്ലേ. ഇന്നലെ ദൈവമായിട്ട് നിനക്കൊരു ശിക്ഷ തന്നു. എന്ത്? നിങ്ങളുടെ കല്യാണം. ഇനി ഇത് ഞങ്ങളായിട്ട് തന്നെ ശിക്ഷിച്ചാലേ നീ താങ്ങൂല. ഓട്ടെ.